+1 പബ്ലിക് എക്സാമിൽ നല്ല മാർക്ക് തന്നെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല. ഇങ്ങനത്തെ അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഒരു ഗംഭീര സൊല്യൂഷൻ ഞാൻ ഇവിടെ തരാൻ പോവാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ +1 ബോർഡ് എക്സാമിന് വേണ്ടി എക്സാമിൻ്റെ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ക്രാഷ് ബാച്ചിന്റെ പേര് എക്സാമിനർ ധീര ബാച്ച് എന്നാണ്. ഈ ഒരു ബാച്ചിൽ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ച കുട്ടികളാണ് കഴിഞ്ഞ വർഷത്തെ കേരള ടോപ്പേഴ്സ് ആയി മാറിയത്. അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനും ഒരു അവസരമുണ്ട്. ആ അവസരം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ അവസാനം വരെ കാണാം. ഓക്കെ, അപ്പോൾ ഈ ബാച്ചിൽ എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത് അത് ഞാൻ ഒറ്റയടിക്കെല്ലാം പറഞ്ഞുതരാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം, ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്സസ്. ഓരോ ചാപ്റ്ററിൻ്റെയും കംപ്ലീറ്റ് A to Z റിവിഷൻ ക്ലാസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിച്ചില്ല എന്ന് വിചാരിച്ചോ, നിങ്ങൾ ലോസ് ഓഫ് മോഷൻ പഠിച്ചില്ല, നിങ്ങൾ വർക്ക് എനർജി പവർ പഠിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ മാത്സിൽ ഏതെങ്കിലും ചാപ്റ്റർ പഠിച്ചില്ല, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഫുള്ളായിട്ട് പഠിക്കാൻ വേണ്ടി എൻ്റെ ബിഗിനിങ് മുതൽ അവസാനം വരെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പുതിയ ക്ലാസ് കിട്ടുന്നതായിരിക്കും. ഓൾറെഡി നിങ്ങൾ ലൈവ് ബാച്ചിൽ ജോയിൻ ചെയ്തവരാണ്, ലൈവ് കണ്ട ലൈവോ അല്ലെങ്കിൽ ഓൾറെഡി യൂട്യൂബിലെ ക്ലാസ്സോ ഒന്നും ആയിരിക്കില്ല. ഫ്രഷ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിപ്പിക്കുന്ന ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, ഓരോ ചാപ്റ്ററിന് ഷോർട്ട് നോട്ട്സ് ക്ലാസ്സസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ചാപ്റ്റർ ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി നിങ്ങൾക്ക് റിവിഷൻ ക്വിക്ക് ആയിട്ട് അതിലെ എല്ലാ മാത്സ് ആണ് ഫോർമുല, ഫിസിക്സ് ആണ് ഡെഫിനിഷൻസ്, ഡെറിവേഷൻസ്, അതിൻ്റെ ഓരോരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയും ഡെഫിനിഷൻസ് ഒക്കെ ഉള്ള ഷോർട്ട് നോട്ട്സ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതോടെ നിങ്ങൾ എല്ലാ രീതിയിലും അത് പഠിക്കുകയും റിവൈസ് ചെയ്യുകയും ചെയ്യും. അതുകൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ സൊല്യൂഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പരീക്ഷ ഏത് പാറ്റേണിൽ വന്നാലും മിനിമം 70% ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ മോഡലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബാച്ചിൽ കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ആ ടീച്ചർ തന്നെ, നിങ്ങളെ ചാപ്റ്റർ പഠിപ്പിച്ച ടീച്ചർ വീഡിയോയിലൂടെ കംപ്ലീറ്റ് സൊല്യൂഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസിന്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല. മിക്ക കുട്ടികൾക്കും പ്രശ്നം വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് കിട്ടാനൊക്കെ ഏതെങ്കിലും ബുക്ക് കിട്ടുമായിരിക്കും, പക്ഷേ അതിന് ആൻസർ മനസ്സിലാവുന്നില്ല. ഇവിടെ ആ പ്രശ്നം ഉണ്ടാവില്ല, ആ ആൻസർ ടീച്ചർ തന്നെ പഠിപ്പിച്ചു തരും. അതുകൂടാതെ ഓരോ ചാപ്റ്റർ കഴിഞ്ഞ് ചാപ്റ്റർ വൈസ് എക്സാംസ്, മൊത്തം സിലബസ് കഴിഞ്ഞ് മോഡൽ എക്സാംസ്, ക്വസ്റ്റ്യൻ ബാങ്കിന്റെ PDF അല്ല ബുക്ക്, എക്സാമിനറിന്റെ ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ബാച്ചിലൂടെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ അതിന് വേണ്ടി എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് തോന്നുകയാണ് കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള ചോദ്യം എനിക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ചാപ്റ്റർ വൈസ് ചലഞ്ചർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ലെവൽ കൂടിയ ചോദ്യങ്ങളായിരിക്കും അതിലുണ്ടാകുമ്പോൾ. ഇത് കൂടാതെ ഓരോ ചാപ്റ്ററിന്റെയും വർക്ക്ഷീറ്റിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും മെറ്റീരിയലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്സസ് ആണ്. ആ ക്ലാസ്സസ് ആയിരിക്കും കംപ്ലീറ്റ് ചാപ്റ്ററിന്റെ A to Z, ബേസിക് ടു അഡ്വാൻസ്. നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ആ ചാപ്റ്റർ ഫുൾ ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ബ്യൂട്ടി ഓഫ് ഫിസിക്സ്, ബ്യൂട്ടി ഓഫ് മാത്സ് ഒന്നും അതിലുണ്ടാവില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഫസ്റ്റ് മുതൽ അവസാനം വരെ എടുത്തു തരുന്നതായിരിക്കും. അതുകൂടാതെ തിയറി ഉണ്ടാകുന്നതായിരിക്കും, ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. ഇത് പുതിയ ക്ലാസ്സസ് ആണ്, ഓൾറെഡി എടുത്തു വെച്ച പഴയ ഏതോ ക്ലാസ്സസ് അല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സസ് ആണ്. പുതിയ സിലബസും പുതിയ പാറ്റേൺ പ്രകാരം ക്ലാസ്സസ് ആണ്. ഷോർട്ട് നോട്ട്സിന്റെ ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഷോർട്ട് നോട്ട്സിലൂടെ ക്വിക്ക് ആയിട്ട് നിങ്ങൾക്ക് സമ്മറി കിട്ടും. ഇപ്പോൾ ഫിസിക്സിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്, ഫോർമുല, ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഉണ്ടാവുക. അപ്പോൾ അവസാനത്തെ ആ ഒരു റിവിഷൻ ഏറ്റവും ബെസ്റ്റ് ആണിത്. അതിൻ്റെയും ക്ലാസ്സസ് ഉണ്ടാവുന്നതായിരിക്കും. ഷോർട്ട് നോട്ട്സും കിട്ടും, അതിന് ക്ലാസ്സും കിട്ടും. അപ്പോൾ ക്ലാസ് കിട്ടുമ്പോൾ ടീച്ചർ പറഞ്ഞു നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതൊക്കെയാണ് പഠിക്കേണ്ടത്, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ തെറ്റിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വീഡിയോ സൊല്യൂഷൻ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിന്റെ കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ടീച്ചർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. കൂടാതെ ഓരോ ക്വസ്റ്റനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ട്രിക്ക് ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ എക്സാമിന് വരുമ്പോൾ ഇങ്ങനെ എഴുതണം, അങ്ങനെ എഴുതരുത്, അല്ലെങ്കിൽ ഇതിന്റെ വേറെ പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതോടെ നിങ്ങൾക്ക് വേറെ അവിടെ ഒരു തപ്പിപ്പോണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ. അതും കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 50 ചോദ്യപേപ്പറും ഉത്തരങ്ങളും അടങ്ങിയ ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ബുക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഈ ബാച്ചിൽ 360 രൂപയുടെ ബുക്കാണ്, കടയിൽ പോയി വാങ്ങണം നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഈ ബാച്ചിൽ അത് ഫ്രീ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ബുക്കിൽ ഉണ്ടാവുക. ഇതെല്ലാം കൂടാതെ ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്ട്രാ എക്സാംസും ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ ചാലഞ്ചർ ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ. ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 26 ഡിസംബറിനാണ്, റൈറ്റ് ആഫ്റ്റർ യു ക്രിസ്മസ് എക്സാം. ക്രിസ്മസ് എക്സാം കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ പണി തുടങ്ങാൻ പോവാണ്. അങ്ങനെ തുടങ്ങിയാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ചെയ്യാൻ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ ബാച്ച് ഓരോ ആഴ്ചയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത്രയും ഫീച്ചർ കിട്ടും. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ക്വസ്റ്റൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ ക്ലാസ് കാണാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ 26 ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ 26 ജോയിൻ ചെയ്ത 10th കൂടെ, ഫെബ്രുവരി 10th കൂടെ ഈ ബാച്ച് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആക്കിയിട്ടായിരിക്കും നിങ്ങളുടെ മോഡൽ എക്സാമിൽ തന്നെ നിങ്ങളെ ഞങ്ങൾ വിടാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ. അപ്പോൾ ഈ ബാച്ചിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ ബാച്ചിൽ ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് വരാൻ പോകുന്ന ഫീസ് 1,999 അഥവാ 2,000 rupees ആണ്. ഇനി ഈ ബാച്ചിന്റെ കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഈ ബാച്ച് ലോഞ്ച് ചെയ്യുന്നതാണ്. ആയിരക്കണക്കിന് കുട്ടികളാണ് ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്യുക. ഹിസ്റ്റോറിക്കലി എക്സാമിനറിന്റെ റിവിഷൻ ബാച്ചിന്റെ
ഹിസ്റ്ററിയിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള ബാച്ച് ആയിരിക്കും ഇത്. അപ്പം ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടാന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു സംശയമില്ല, ദിസ് ഇസ് എ ഗുഡ് ഡീൽ ഫോർ യു. പക്ഷേ ആർക്ക് നന്നായിട്ട് പഠിക്കാനും കുറച്ച് പണിയെടുക്കാൻ, കാരണം ഈ ക്ലാസ്സസ് ഒക്കെ എല്ലാം നമ്മൾ തരും, സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ 100% മാർക്ക് കിട്ടും നമ്മൾ പറയുകയും ചെയ്യുന്ന പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. പക്ഷെ പണിയെടുക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. അങ്ങനെ നിങ്ങൾ റെഡി ആണെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഡീൽ ഫോർ യു. വളരെ അഫോർഡബിൾ ആയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ തരുന്നത്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് +1 നല്ല മാർക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ രീതിയിൽ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവണം. സോ യു ക്യാൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ചെയ്യാവുന്നതാണ്. ഇനി അതില്ല എങ്കിൽ എക്സാമിനറുടെ അടുത്ത് അഫോർഡബിൾ ആയിട്ട് ബുക്കും കൂടെ വെച്ചിട്ട് ഇത്രയും ഫീച്ചർ വെച്ചിട്ട് പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആണ് തരിക, ഏറ്റവും ബെസ്റ്റ് റിവിഷൻ ബാച്ച് ആണ്, കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് റിവിഷൻ ബാച്ച് എന്ന് പറയാൻ വേണ്ടി എനിക്ക് ഒരു മടിയില്ല. നിങ്ങൾക്ക് വേണം നിങ്ങളുടെ സീനിയേഴ്സിനോട്, പ്രത്യേകിച്ച് ബാച്ചിൽ പഠിച്ചവരോട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അത്രയും സാധനമാണ് തരാൻ പോകുന്നത്. ബാച്ചിൽ ജോയിൻ ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യുക. കാരണം ഇപ്പം നമ്മൾ ഓഫർ ഫീസിനാണ് വെക്കുന്നത്. ശരിക്കും ഈ ഇത്രയും ഫീച്ചേഴ്സും കൂടെ ചേർത്തപ്പോൾ 2500 ഫീസ് ആയത്. കാരണം എക്സ്ട്രാ കുറേ കാര്യം നമ്മൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ തരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് 1999 ആയിരിക്കും. ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ വിളിക്കാവുന്നതാണ്. ഫോൺ വിളിച്ച് കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് അഡ്മിഷൻ എടുത്ത് വെക്കാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ബാച്ചിൽ ഒരു ഗംഭീര ഓഫർ ഉണ്ട്. നിങ്ങൾക്ക് ഇതിന് ഫ്രീ ആയിട്ട് പഠിക്കാം. ആർക്കാ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്? നിങ്ങൾ ഓൾറെഡി എക്സാമിനറിന്റെ കൂടെ തന്നെയാണ് +2 പഠിക്കാൻ പോകുന്നത് വിചാരിക്കുക. എക്സാമിനറിന്റെ +2 ബാച്ചിലോ അല്ലെങ്കിൽ നീറ്റ് ബാച്ചിലോ JEE ബാച്ചിലോ ഏതെങ്കിലും ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് 100% ഫ്രീ ആയിരിക്കും. ഈ ബാച്ചിലെ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡിങ് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ബുക്ക്, നിങ്ങൾ ₹1 പോലും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ ഏതെങ്കിലും +2 ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. യു വിൽ ഗെറ്റ് ദിസ് ബാച്ച് ആൻഡ് ദാറ്റ് ബാച്ച് ഓൾസോ. അതും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യാം. ഇനി ഓൾറെഡി നിങ്ങൾ +1 നമ്മുടെ അഗ്നി ബാച്ചിൽ വല്ലതും പഠിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും +1 ബാച്ചിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഫുൾ സിലബസ് നിങ്ങൾക്ക് നവംബർ 15 കൂടെ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ തീരുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ്ട്രാ അതിന് വേണ്ടി കാണേണ്ട ആവശ്യമില്ല, ഈ ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ക്ലാസ് ഒന്നും കാണാത്തവരാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഫുൾ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 50% മാത്രം ഫീസ് കൊടുത്താൽ മതിയോ. ഓക്കെ, ഓൾറെഡി ബാച്ചിൽ പഠിക്കുന്നവരാണ്. പക്ഷേ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ടത്രേ ഉള്ളൂ, നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് പഠിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധി. നിങ്ങൾ എക്സാമിനർ കൂടെ തന്നെയാണ് +2 പഠിക്കാൻ പോകുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ +2 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. യു വിൽ ഗെറ്റ് ദിസ് ഫോർ ഫ്രീ. ഇനി ഈ ബാച്ചിൽ പഠിച്ച കുട്ടികൾക്ക് മാർക്ക് വല്ലതും കിട്ടുമോ സാർ? കഴിഞ്ഞ വർഷത്തെ കേരള സ്റ്റേറ്റ് ടോപ്പേഴ്സാണ് 20 കുട്ടികൾ. ഇത്രയും ഗംഭീര റിസൾട്ട് വേറെ ഒരു ഓൺലൈൻ മാത്രമായിട്ട് ബാച്ചിൽ പഠിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനോ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനോ ഇല്ല. ഇവരൊക്കെ പഠിച്ചത് യൂട്യൂബിൽ റിസൾട്ട് അല്ല കാണിക്കുന്നത്, ഇവരൊക്കെ പഠിച്ചത് നമ്മുടെ റിവിഷൻ ബാച്ചിലാണ്. അങ്ങനെ പഠിച്ചാൽ റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിന് കൂടുതൽ പ്രൂഫ് ഞാൻ തരേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ പോലെ ഫുൾ മാർക്കും 99, 98 ഒക്കെ ലിസ്റ്റ് ഉണ്ട്, ഞാൻ കൊണ്ടുവന്നില്ല. ഫുൾ മാർക്ക് കൊണ്ടുവന്നാൽ പിന്നെ അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അവരെ പോലെയൊക്കെ പഠിച്ച് മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അത് മാത്രമല്ല, ജോയിൻ ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ കുത്തിയിരുന്നാൽ ഇങ്ങനെ മാർക്ക് ഇങ്ങനെ ഫീഡ് ചെയ്ത് വേണ്ടിയുള്ള സിസ്റ്റം ഒന്നും നമുക്കറിയില്ല. പണിയെടുക്കണം. ഓക്കെ, നമ്മൾ ചെയ്യാൻ പറയുന്ന പണി സിമ്പിൾ കാര്യങ്ങൾ പറയുള്ളൂ. ഓരോ ചാപ്റ്റർ പഠിക്കുക, റിവിഷൻ നോട്ട്സ് ലൈവിൽ വരിക, പ്രീവിയസ് ക്വസ്റ്റൻസ് കൃത്യമായിട്ട് ചെയ്യുക. എല്ലാത്തിനും വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ, ഫ്രിക്ഷൻ ലെസ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ആപ്പിൽ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആകെ വൃത്തിക്കിരുന്ന് അത് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ +1 മക്കളെ നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവില്ല. എത്രയോ കുട്ടികളാണ് +1 ഇങ്ങനെ പഠിക്കാൻ പറ്റാത്തതുകൊണ്ട്, ഇത് ഉഴപ്പിയതുകൊണ്ട്, കഴിവില്ലാത്തതുകൊണ്ടല്ല, ഉഴപ്പി അവസാനം +2 ഇപ്പോൾ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയില്ല. നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരോട് ചോദിച്ചാൽ അറിയാം. അവർ +2 പബ്ലിക് എക്സാമിന്റെ ഇടയിൽ കൂടെയാണ് ഈ ഇമ്പ്രൂവ്മെന്റ് നടക്കുന്നത്. എന്ന് മാത്രമല്ല, പല ദിവസങ്ങളിലും +2 എക്സാം വൈകുന്നേരവും +1 രാവിലെയും, അല്ലെ +2 എക്സാം വൈകുന്നേരം അടുത്ത ദിവസം +1 രാവിലെ, ഈ രീതിയിലൊക്കെയാണ് +1 ഇമ്പ്രൂവ്മെന്റ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ തന്നെ? മര്യാദയ്ക്ക് +1 പഠിച്ചാൽ എന്ത് സമാധാനത്തോടെ +2 പഠിച്ചാൽ അതിന് മാർക്ക് വാങ്ങാം. അപ്പോൾ ആ സർക്കസിനൊന്നും നടക്കരുത്, മര്യാദയ്ക്ക് പഠിക്കുക. ഇനിയും സമയമുണ്ട്, പക്ഷേ ഡോണ്ട് ബി ടു ലേറ്റ്. ഇപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, താഴെ നമ്മൾ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള അവസരം തന്നിട്ടുണ്ട്. യു ക്യാൻ ചൂസ് വാട്ട് എവർ യു വാണ്ട്. എന്ത് നിങ്ങൾ ചൂസ് ചെയ്താലും, നിങ്ങൾ ബാച്ചിലേക്ക് വരികയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പ്രോമിസ് തരാം, നിങ്ങളും ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് പെർസെൻറ്റേജ് എത്ര ആയിക്കോട്ടെ, 90 95 ഇതുപോലെ 100 ആയിക്കോട്ടെ, 100% ആയിക്കോട്ടെ, അതിലേക്ക് എത്തിച്ചേരും. അത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അല്ലെ ആ സൈഡിൽ നേരത്തെ കണ്ടില്ല, അത് തന്നെ.